ഫോറസ്റ്റുകളുടെ ട്രേഡ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഏതെല്ലാം ലെവൽസിലാണ് ഗോൾഡിന് സാധ്യതയുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ കോഴ്സൊക്കെ എടുത്തേക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ഈ ഒരു വീക്കോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 50K അക്കൗണ്ടാണ് എടുത്തേക്കുന്നത്. ടോപ്പ് സ്റ്റെപ്പിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്ന പ്രൈസിൻ്റെ അക്കൗണ്ടാണ് എടുത്തേക്കുന്നത്. ടോപ്പ് സ്റ്റെപ്പിന് ഫ്യൂച്ചേഴ്സിനൊക്കെ ഒരു പ്രത്യേകത, ഒരു സ്റ്റെപ്പ് പാസ്സായാൽ മതി. 50K അക്കൗണ്ട് ഏകദേശം 4000 USD ആണ്, 50 ആണ്, ഏകദേശം ഇന്ത്യൻ റുപ്പി 4000 റുപ്പീസാണ് നമുക്ക് ആകെ ആവുള്ളൂ. അതേപോലെ തന്നെ ഫസ്റ്റ് ടാർജറ്റ് 3000 ഇതായി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടും. പിന്നെ പേ ഔട്ട് കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് ഇതുള്ളത് കൺസിസ്റ്റൻസി റൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഡ്രോ ഡൗൺ ഒരു ട്രെയിലിംഗ് ഡ്രോ ഡൗൺ മോഡലാണ്. നമ്മളിപ്പോൾ പ്രോഫിറ്റ് നമ്മളിപ്പോൾ ഇന്നലെ ഞാൻ ഏകദേശം 345 USD പ്രോഫിറ്റ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ടാർജറ്റ് 2000 USD ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ലോസ് വരുത്താവുന്നത് 48,000 അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവർ മാക്സിമം ലോസ് ലിമിറ്റ് പയ്യെ മുകളിലേക്ക് കയറി വരും. അങ്ങനൊരു ഇത് മിക്ക ഫ്യൂച്ചേഴ്സ് ഫേമിനും ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് പ്ലാനാണ് നിലവിൽ ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ അപ്പെക്സ് എന്ന് പറയുന്ന കമ്പനി ആണെങ്കിലും സെയിം മോഡലാണ്. അപ്പെക്സൊക്കെ ആണെങ്കിൽ 100K എടുക്കാനൊക്കെ ആയിട്ട് ഏകദേശം ചില സമയങ്ങളിൽ 90% ഓഫറൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഒരു $20 $25 നമുക്ക് എക്സ്പെൻസ് വരുള്ളൂ. അപ്പോൾ എന്നാലും ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആയാലും നമ്മളിപ്പോൾ ഒരു 50K അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഏകദേശം 200 USD ഒക്കെ ആവും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 10 അക്കൗണ്ടൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഒരു അക്കൗണ്ടിൽ ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും ഒരു അക്കൗണ്ടൊക്കെ എടുത്ത് ട്രൈ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു കൺസെപ്റ്റാണ് ഇതുള്ളത്. അതുപോലെ പേ ഔട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുന്ന കമ്പനിയാണ് ടോപ്പ് സ്റ്റെപ്പ് ആയാലും അപ്പെക്സ് എന്ന് പറയുന്ന ഫ്യൂച്ചേഴ്സ് കമ്പനി. ഇത് രണ്ടുമാണ് നമ്മൾ നിലവിൽ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരേപോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ടും പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ഇതുവഴിയാണ് നമ്മൾ ക്ലാസ് ലൈവായിട്ടുള്ള സെഷൻസ് പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്നലെ നോക്കിയറിയാം ഏകദേശം 345 USD ഒരു 0.50 ലോട്ട് സൈസ് വെച്ചിട്ടുള്ള മിനി ലോട്ട് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്തത്. അതേപോലെ തന്നെ മിക്ക പേരും ചോദിക്കുന്നത് ട്രെൻഡിന് അപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു ട്രെൻഡിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ട് നമുക്ക് ചെറിയൊരു ഐഡിയ ഉള്ളത് ബാർ ചാർട്ട് എന്ന് പറഞ്ഞ സൈറ്റിൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് എന്നൊരു ഓപ്ഷനിൽ മന്ത്ലി ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ചെറിയൊരു ഇത് നമുക്ക് മോർണിംഗ് സെഷൻ തന്നെ ഏകദേശം ഇത് കിട്ടും. ഇവിടെ നോക്കിയറിയാം ഇതൊരു കോൾ ഓപ്ഷൻ്റെ ഇതാണ്. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകുന്നത് കാണുമ്പോൾ നമ്മളെല്ലാവരും ഹോൾഡ് ചെയ്യുന്ന ഒന്നാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം എല്ലാ പേഴ്സും എല്ലാ സ്ട്രൈക്ക് പ്രൈസും ഏകദേശം നല്ല പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ഏകദേശം നല്ല 2800 ഇതെല്ലാം പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ട്രേഡ് ചെയ്ത് നടക്കുന്ന 2780 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പോസിറ്റിവിറ്റി ഉണ്ട്. അതുപോലെ നെഗറ്റീവായിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് കാണുന്നത് ഏകദേശം 2795 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ. അവിടെയാണ് പുട്ട് ഓപ്ഷനിൽ അത്യാവശ്യം നല്ല സെല്ലേഴ്സ് ഉള്ളത്. അതൊന്നും അത്ര ആക്റ്റീവ് അല്ല, വളരെ ചെറിയ സെല്ലേഴ്സ് ഉള്ളത്. എന്തായാലും 2790 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയാണ്. നമുക്ക് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതിന് ലൈവായിട്ടുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് കുറച്ച് ഡിലേ ഉണ്ട്, 5 മിനിറ്റ്സ് ഡിലേ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്നൊക്കെ ഏതൊക്കെ ലെവൽസ് എൻട്രി പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇന്നലത്തെ പ്ലാൻ നമ്മൾ ഓൾറെഡി ലൈവ് ട്രേഡിംഗ് നമ്മൾ മോർണിംഗ് സെക്ഷനിന് ശേഷം ലൈവ് ട്രേഡിങ്ങിൽ നമ്മുടെ പ്ലാൻ എവിടെയൊക്കെ എക്സിക്യൂട്ടീവ് ആയി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്നു. 2790 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചാണ്. നമുക്ക് ആ ഒരു റേഞ്ച് എടുക്കാൻ റീസൺ ഒന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് അവിടെ ഇച്ചിരി നെഗറ്റീവായിട്ട് നിൽക്കുന്നു. അതേപോലെ തന്നെ കുറേ ദിവസം വന്ന് ഇതേപോലെ തന്നെ ഒരു POC ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ നവംബറിലൊക്കെ വന്നേക്കുന്നതാണ്. അതേപോലെ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു 2780 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് ഒരു POC ആയിരുന്നു. പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് പോയി. ആ ബ്രേക്ക് ചെയ്ത് പോയ സമയം നമ്മൾ അവിടെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി ഫ്രഷ് ആയിട്ടുള്ള ഏതെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്ന് നോക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഇൻ കേസ് ഒരു ഫോൾ എന്തെങ്കിലും വന്നാൽ തന്നെ 2760 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. അതേപോലെ ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റി ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനും കൂടി ഉള്ള ഒരു സാധ്യത ഈ ഒരു 2790 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലുണ്ട്. അപ്പോൾ ആ ഏരിയകളെല്ലാം നമ്മൾ നോട്ട് ചെയ്യുക. നമ്മളെന്തായാലും ട്രേഡിങ്ങിന് നോക്കുന്നത് 2790 2760 നമ്മൾ ഈ പറയുന്നതെല്ലാം ഫ്യൂച്ചറിൻ്റെ പ്രൈസാണ്. അതേപോലെ തന്നെ നമുക്ക് ബുക്ക് മാപ്പിൻ്റെ ഇതെല്ലാം ബുക്ക് മാപ്പിൽ എന്തായാലും 2800 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് കുറേ ദിവസങ്ങളായിട്ട് തന്നെ നമുക്ക് വന്ന് ഇങ്ങനെ ലിക്വിഡിറ്റി മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ആ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ 2690 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലും അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അത്തരം റേഞ്ചൊക്കെ ഇന്ന് ഈ വീക്കിൽ എടുക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങി ആ ഒരു ലിക്വിഡിറ്റി ഹയർ ലെവലിൽ ട്രംപ് അധികാരം വയ്ക്കുന്നതിന് മുമ്പത്തെ ദിവസം മുതൽ 2 സൈഡിലും ലിക്വിഡിറ്റി വന്ന് കിടക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ മാർക്കറ്റ് കുറച്ച് വോളാറ്റിലിറ്റി കാണിക്കാറുണ്ട്. എന്തായാലും 2 ദിവസങ്ങൾ ഈ ഒരു വീക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള വോളാറ്റിലിറ്റി ഒന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് അത്രയും മൂവ്മെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബുക്ക് മാപ്പിലും കൂടി എന്തൊക്കെയാണ് സിറ്റുവേഷൻ എന്നും കൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് പ്ലാൻ കാര്യങ്ങൾ നോക്കാം. നമുക്ക് റിതമിക്കിൻ്റെ ഡാറ്റയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് പ്ലാനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഫോറക്സിൻ്റെ ഡാറ്റ തമ്മിൽ നല്ല ഏകദേശം 10 പിപ്സിൻ്റെ ഒരു
10 പോയിൻറ്റിൻ്റെ USD ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഫ്യൂച്ചറിൻ്റെ അക്കൗണ്ടൊക്കെ എടുക്കുക. ഫ്യൂച്ചറിൻ്റെ അക്കൗണ്ട് എടുക്കുമ്പോൾ മിക്ക ഫേംസും ഈ പറഞ്ഞ പോലെ തന്നെ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കാം. ഇവിടെ നോക്കിയാൽ അറിയാം, നല്ല അത്യാവശ്യം നല്ല ഈ കാണുന്നതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ഇവിടെ നോക്കിയറിയാം എത്ര ലോട്ടൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടെ നോക്കിയറിയാം. 100 ലോട്ട് 2702, വീണ്ടും 2804 100 ലോട്ട്, അങ്ങനെ ഒരു ഏകദേശം 300 400 500ഓളം ലോട്ടുകൾ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ തന്നെ ഉണ്ട്. ഇപ്പോൾ ട്രേഡ് നടക്കുന്ന ഏരിയയിൽ 2750 പ്രൈസ് റേഞ്ചിലൊക്കെയാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ട്രേഡിംഗ്.